നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പട്ടുപാവാടയും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാം. വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ ഒരു പട്ടുപാവാടയും അതിന് പറ്റിയ ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ പാവാടയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇത് ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് പാവാടയ്ക്ക് ആവശ്യമായ ലെങ്തും അതേപോലെ വേസ്റ്റ് മെഷർമെൻറ്റും. വേസ്റ്റ് പാവാട എവിടെയാണ് നമ്മൾ കെട്ടുന്നത് അല്ലെ ഇടുന്നത് അതനുസരിച്ച് അവിടുത്തെ മെഷർമെൻറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ ഇവിടെ ചെറിയ കുട്ടിക്കായതുകൊണ്ട് ഞാൻ മുകളിൽ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. ഇവിടെ എനിക്ക് ലെങ്തായിട്ട് ആവശ്യമുള്ളത് 23 ഇഞ്ചാണ്. റെഡി ലെങ്ത് 23 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പറയാം. അതേപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മുകളിൽ നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പം ഉള്ള തയ്യൽ തുമ്പായിട്ടൊരു 1/2 ഇഞ്ചും ഇവിടെ താഴ്വശത്ത് ബോർഡർ ഉള്ളതുകൊണ്ട് ഇവിടെ മടക്കി അടിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ തയ്യൽ തുമ്പൊന്നും വിടുന്നില്ല. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് വിടുന്നുണ്ട് മുകളിൽ. പിന്നെ ഇവിടെ ഞാൻ ഒരു 1 ഇഞ്ചിൻ്റെയാണ് മുകളിൽ ബെൽറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ടോട്ടൽ 23ൽ നിന്ന് ആദ്യമേ 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 22. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. 22 + 4 26. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീം അലവൻസ്. അപ്പോൾ 26.5 ആണ് എനിക്ക് ഇറക്കമായിട്ട് വേണ്ടിയത്. തുണിയുടെ വിഡ്ത്തായിട്ട് എടുക്കുന്നത് വീതി, അതായത് പ്ലീറ്റ്സ് ഇടുന്നതിന് ആവശ്യമായ ക്ലോത്ത് എടുക്കുന്നത് എത്രയാണോ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അതിൻ്റെ 3 ഇരട്ടിയെങ്കിലും തുണി ആവശ്യമാണ്. ഇവിടെ എനിക്ക് 21 ആണ് വേസ്റ്റ് മെഷർമെൻറ്റ്. ഞാൻ അതിൻ്റെ കൂടെ 3 ഇരട്ടി, അതായത് 63 ഇഞ്ചിലുള്ള വിഡ്ത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ നിന്നും. ഇവിടെ ഞാൻ സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴോട്ട് ഇറക്കം എടുത്തിരിക്കുന്നത് 26.5 ഇഞ്ചാണ്. അതേപോലെ വിഡ്ത്തായിട്ട് 63 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് വേസ്റ്റ് ബാൻഡ് ആവശ്യമാണ്. അതിനുവേണ്ടി ഞാനിവിടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിനെക്കാട്ടിലും ഒരു 5 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നീളം എടുത്തിരിക്കുന്നത് തുണിയുടെ. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേപോലെ വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. ഇങ്ങനെ 3.5 ഇഞ്ച് വിഡ്ത്തിൽ, നീളം 26 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്കേർട്ടിന് ലെങ്തിനെക്കാട്ടിലും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇവിടെ സ്കേർട്ടിൻ്റെ ക്ലോത്തിൻ്റെ ബോർഡർ വരുന്ന ഇത്, ഇപ്പോൾ ബോർഡറും എല്ലാം ഒരേ കളർ ആയതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസൈനിലെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ പോലെയാണ്. ഈ ബോർഡർ വരുന്ന വശം തുണിയുടെ ചീത്തവശം എടുക്കുക. അവിടെ നിന്നും താഴോട്ട് 4 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് 2 ഇഞ്ചായിട്ട് ഇവിടെ നിന്ന് താഴോട്ട് 2 ഇഞ്ച് ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ കംപ്ലീറ്റ് തുണിയിൽ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അത് കുട്ടികളുടെ സ്കേർട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെറുതായി പോകാൻ സാധ്യതയുണ്ട്. ലെങ്ത് ചെറുതാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റിച്ച് അഴിച്ചു വിടുകയാണെങ്കിൽ അത്രയും കൂടെ ലെങ്ത് കിട്ടും. ഇപ്പോൾ കറക്റ്റ് ലെങ്തായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ബോർഡറിൻ്റെ വശം, ചീത്ത വശം ഇങ്ങനെ മറിച്ചിട്ട് അതിനുശേഷം ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ചാണ് ടോട്ടൽ ഞാൻ എക്സ്ട്രാ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇഞ്ചാകുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടോട്ടൽ 4 ഇഞ്ചാകും. ഇങ്ങനെ ഈ ബോർഡറിൻ്റെ അരികിൽ കൂടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്ലോത്തിൽ. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്ത പാർട്ട് ബോർഡറിൻ്റെ വശത്തേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ല വശത്ത് കാണുന്നത്. പിന്നീട് ഇറക്കം കുറയുന്നതിനനുസരിച്ച് ഇത് സ്റ്റിച്ച് അഴിച്ചു വിട്ടാൽ മതി. അഴിച്ചു വിട്ടതിന് ശേഷം പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം സ്കേർട്ടിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യമേ ഈ 2 സൈഡിലും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം 2 ഇഞ്ച്, ഞാനിവിടെ 2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് ഇടുന്നത്. 2 ഇഞ്ച് 2 ഇഞ്ച് വീതം എല്ലായിടത്തും മാർക്ക് ചെയ്യുക. തുണിയിൽ കംപ്ലീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ 1.5 ഇഞ്ച് വിട്ട് ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ പോയിൻ്റ് രണ്ടാമത് മാർക്ക് ചെയ്തത് ഉള്ളിലേക്ക് പോവുക. മൂന്നാമത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റിലേക്ക് വയ്ക്കുക. ഇവിടെ 1.5 ഇഞ്ച് വിട്ടിരിക്കുക. അതിനുശേഷം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കുള്ള അടുത്ത പോയിൻ്റ് വിട്ടതിന് ശേഷം
മൂന്നാമത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുകളിൽ കൂടെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കംപ്ലീറ്റ് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്ലീറ്റ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ പ്ലീറ്റ്സ് സ്റ്റാർട്ടാകുന്ന ഇവിടെ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് വരെ മുകളിൽ കൂടി ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് പ്ലീറ്റ്സ് അതേപോലെ തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. കുട്ടികളിടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വിടർന്നു പോകും. അങ്ങനെ വിടർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വരേക്കും ഇവിടെ ഇങ്ങനെ എല്ലാ പ്ലീറ്റ്സിലും ഇതേപോലെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇതേപോലെ 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് അതേപോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇത് സ്കർട്ടിൻ്റെ ചീത്ത വശമാണ്. ചീത്ത വശത്തേക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അരികിൽ കൂടെ 1/2 ഇഞ്ചിൽ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും അതിനുശേഷം സ്കർട്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് മുകളിൽ കൂടെ താഴെ വരേക്കും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വേസ്റ്റ് ബാൻഡ് ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി നല്ല വശത്തേക്ക് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഇലാസ്റ്റിക് കയറ്റാനായിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇലാസ്റ്റിക് കൂടെ ഉള്ളിലേക്ക് കടത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവാട കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.